ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കാൻ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തിരിയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് പരസ്യമായ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേരുടെ അടുക്കലേക്ക് ദൈവവചനമായിട്ട് എത്തുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുകയാണ്, ദൈവം അപ്പോസ്തലനായ പൗലോസിലൂടെ അസാധാരണമായ പ്രവൃത്തികളെ ചെയ്തു എന്നാണ്. അടുത്ത ഭാഗമാണ് പറയുന്നത്, തൻ്റെ ശരീരത്ത് നിന്ന് റൂമാലും ഉത്തിരിയവും എടുത്തുകൊണ്ടുപോയി രോഗികളിലിടുമ്പോൾ സൗഖ്യം സംഭവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് പൗലോസിന്റെ കഴിവല്ല, ഇത് പൗലോസിന്റെ മിടുക്കല്ല. ഇതൊരു വ്യക്തിയുടെ മേൽ യേശു കർത്താവ് പകർന്നൊരു അഭിഷേകമാണ്. ഇന്നും അത് സംഭവിക്കും, ഇന്നും അത് സംഭവിക്കുന്നുമുണ്ട്. പക്ഷേ സംഭവിച്ചതിന് ശേഷം പൗലോസിന്റെ ലക്ഷ്യം സുവിശേഷീകരണം. യേശുവിനെ എവിടെ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റും? തൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം പൗലോസ് പറയുന്ന ഒന്നേ ഉള്ളൂ, ഇതൊന്നും അല്ല കാര്യം. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ വേണം. സൗഖ്യം നടക്കും. പക്ഷേ അപ്പോസ്തലന് പറയാൻ ഒന്നേ ഉള്ളൂ, രക്ഷിക്കപ്പെടാതെ ഒരു മനുഷ്യൻ നിത്യതയിലോട്ട് പ്രവേശിക്കത്തില്ല. എൻ്റെ മെയ്മേൽ കിടക്കുന്ന റൂമാലും ഒത്തിരിയൊക്കെ നിങ്ങൾക്ക് സൗഖ്യം തരും. അത് ഭൂമിയിലുള്ള താൽക്കാലികമായിട്ടുള്ളൊരു സൗഖ്യമാണ്. എന്നേക്കുമായ ഒരു സൗഖ്യം തരുന്ന ആ കർത്താവിനെ ആത്മാവിൽ മുറുകെ പിടിച്ച് സഞ്ചരിപ്പാൻ പൗലോസ് ഒത്തിരി സ്ഥലങ്ങളിൽ ഉപദേശിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും പ്രിയരെ, രോഗസൗഖ്യവും അത്ഭുതങ്ങളും ഒക്കെ നടക്കും. അത് അഭിഷേകത്തിൻ്റെ പിന്നിൽ കർത്താവ് ചെയ്യുന്നതാണ്. അത് ഇന്നും ഒരു കർച്ചീഫാണെ പോലും പ്രാർത്ഥിച്ച് കർത്താവിന് അതിലൂടെ അത്ഭുതം ചെയ്യാൻ പറ്റും. ഒരു മെറ്റീരിയൽ അല്ല ദൈവത്തിൻ്റെ പ്രാധാന്യം. കർത്താവിന് ഇഷ്ടം നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവാണ്. കർത്താവിന് ഇഷ്ടം സൗഖ്യത്തെക്കാൾ അധികമായിട്ട് ഒരു ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്നിൻ്റെയും പുറകെ ഓടാതെ ദൈവവചനത്തിനകത്ത് അടിയുറച്ചു നിന്ന് ആത്മാവിൽ ചിലതിനെ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ഒരുങ്ങി നിത്യതയിലോട്ട് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.